വെളുപ്പിക്കാനുള്ള ക്രീം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കേട്ടോളി. ഇന്ന് മുതൽ ഇത് ചെയ്യണം എല്ലാവരും. ഇന്ന് വാത് കഴിഞ്ഞ് പോയത് മുതൽ ഇതാണ് നമ്മൾ ഇന്നത്തെ ലാഭം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ദിവസമാണ് ഒരാളുടെ സൗന്ദര്യം അവന് പരിഗണിക്കുന്നൊരു ദിവസമാണ്. അള്ളാഹു പറയുകയാണ്, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ, കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ പേടിയോടെ നിൽക്കുമ്പോ, ആ സമയത്ത് അവിടെയുള്ള ആളുകളുടെ മുഖം രണ്ട് രീതിയില. എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ഖതീബ് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തായത്. അതിന്റെ അർത്ഥം ഇതേവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു പറയുകയാണ്, മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ജനകോടികൾ ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിനോട് എന്ത് സമാധാനമാണ് പറയേണ്ടതെന്നറിയാതെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ, ആ സമയത്ത് ഈ ദുനിയാവിൽ എത്ര വെളുപ്പുള്ളവരാണെങ്കിൽ ഇവരെ മുഖം വല്ലാതെ കഥകരത്ത് കരിവാളിച്ചു നിൽക്കുകയോ. എന്ത് കാരണമെന്നറിയോ? അവര് ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളെ കാണുമ്പോ, അവരുടെ മദ്യപാനവും അവരുടെ ചൂതാട്ടവും അവരുടെ വ്യഭിചാരവും എന്ന് വേണ്ട ദുഷ്പ്രവർത്തനങ്ങൾ അവരെ കൈമുൻപിൽ കാണുമ്പോ അവരറിയാതെ മുഖം അങ്ങനെ കറുത്തു പോവുകയാണ്. എത്ര വെളുവെളുത്ത മുഖമാണെങ്കിലും പെണ്ണേ, അങ്ങനെ വെളുവെളുത്ത മുഖം കറുക്കുമടി. ആ സമയത്താണ് ആ മുഖം കറുക്കാനുള്ള കാരണമേതാ? ഇന്ന് പലപ്പോഴും ആളുകളുടെ ജോലിക്ക് കറുത്തു പോയല്ലോ. നമ്മൾ പെട്ടെന്ന് പറയും അത്രക്ക് വലിയ ചൂടല്ലേ മുഖത്തടിക്കുന്നത്. അന്ന് കറുക്കുന്നതിന്റെ കാരണമേതെന്നറിയോ? പതച്ചു പൊന്തുന്ന നരകത്തിന്റെ തീനാളം അവരുടെ മുഖത്തെ കടിക്കുമ്പോ അവരുടെ മുഖം ഇങ്ങനെ കറുത്ത് കറുത്തു പോവുകയോ. എന്നെ കേൾക്കാനിച്ച പ്രിയപ്പെട്ട സഹോദര, എന്നാലും മറുഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മുഖം എത്ര കറുകറുത്തവരാണെങ്കിലും മുഖം ഇങ്ങനെ വെളുവെടുത്ത് നിൽക്കുകയോ. കാരണം അവര് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണത്തോ അന്നത്തെ ദിവസം വെളുത്തവരുമുണ്ട് കറുത്തവരുമുണ്ട്. ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കവേ ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അവരുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാൻ ഒരു പോകണി പറഞ്ഞതാണ് നബിയെ. ഈ പാതിരാ സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യനാൽ പകല് ചുട്ടുമെടുക്കുമ്പോ നേരത്തുകൾ ചെട്ടിവിടെ വന്നെന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇത് വാഗ്മിയുടെ വാടക കഥത്തിന്റെ പ്രസംഗമല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ പരലോകത്തേക്കുള്ള യാത്രകൾ മുതൽ കൂട്ടായി ആറടി മണ്ണിലെ ഏറ്റവും വലിയ പ്രകാശമായി തീർന്നില്ല ഇനി പറയാറുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെ കട്ടപ്പെട്ടു എന്ന് പറയുന്നതുള്ള സമയത്ത് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് 1000 ആയത്തുകൾ പാരായണം ചെയ്ത, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം പ്രസന്നമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ കഴിയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമോ? നിങ്ങളും മരിച്ചു പോയാൽ നമുക്ക് സ്വർഗത്തിൽ വെളുവെളുത്ത മുഖമായിട്ട് വരാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ സ്ഥിരമായി ഓതിയിട്ട് കിടക്കണേ. ഇതാണ് നിങ്ങൾ ഏറ്റവും വലിയ ഫേസ്ബുക്ക്. അല്ലാഹു ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 1000 ആയത്ത് ഓതിയാൽ മതി, പേരാലൂരിയേക്കാൾ വെളുപ്പ് കിട്ടും. ഓതിക്കൂടെ പറമനുഷ്യന്മാരെ അങ്ങനെ ഉറപ്പിച്ചവരൊക്കെ കൈ ഉറങ്ങുന്നതിന് മുമ്പ് 1000 ആയത്ത്. ചുമ്മാ കയ്യം കൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ല.
ചുമ്മാ കൈവക്കാൻ 1000 ആയത്ത് ദിവസം ഓതണം. 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അതായത് ഖുർആന്റെ 1/6 എന്ന് പറഞ്ഞാൽ 5 ജുസ്. ഹാമീം മുതൽ സൂറത്ത് നാസ് വരെ ശിശ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഓതണം. തയ്യാറുള്ളവരെന്ന് കൈവക്ക 5 ജുസ് കൈവക്ക. പറ്റുന്നവർ ആത്മാർത്ഥയോടെ ചുമ്മാ പൊക്കലിട്. ഞാൻ പറഞ്ഞത് 5 ജുസ് ഓതണ ദിവസം പറ്റുമോ? നടക്കൂല മക്കളെ. ഒരു ദിവസം 2 ദിവസമാണ് പറ്റും. മരിക്കണവരെ പറ്റൂ. ആരെ പൊക്കി നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 5 ജുസ് ഓതാൻ ഒരാൾക്ക് 1 ജുസ് ഖുർആൻ നന്നായിട്ട് ഓതാൻ ഹാഫിദ് ആണെങ്കിൽ 20 മിനിറ്റ് മതി. അല്ലാത്ത ഒരാളാണെങ്കിൽ 30 മിനിറ്റ്, ഒരു 25 മിനിറ്റ്. 2 10 ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ മതി 5 ജുസ് ഓതാൻ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 3 സീരിയൽ കാണുന്ന സമയം അല്ല 2 അല്ല 30 മിനിറ്റ് സീരിയൽ 30 മിനിറ്റ്. നമ്മളെ മുത്തക്കിങ്ങൾ ഇരിക്കണിപ്പോ അറിഞ്ഞൂടാ സാധുക്കള് 2 സീരിയൽ കാണുന്ന സമയം. പിന്നെ 25 മിനിറ്റ് ബൈനഹുമ അതിന്റെ ഇടയിലുള്ള പരസ്യവും കൂടെ കൂട്ടി കഴിയൂല സഹോദരങ്ങളെ. സഹാബത്ത് പറഞ്ഞു, നബിയെ കച്ചവടവും യുദ്ധവും എടുത്തിട്ട് തിരിച്ചു വന്നാൽ എല്ലാ ദിവസവും, ഞാൻ അതുകൊണ്ടാണ് ഇന്ന് കേൾക്കാൻ വന്നവർക്ക് ലാഭമാണ്. നബിയെ എല്ലാ ദിവസവും യുദ്ധവും നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, സഹാബ ഒരാൾക്ക് ദിവസവും 1000 ആയത്ത് ഓരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ സൂറത്ത് തകാസുർ പാരായണം ചെയ്യുക. അൽഹാകുമുത് തകാസുർ ഹത്താ സൂറത്തുൽ മുഖാബിർ എന്ന സൂറത്ത് തകാസുർ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ട് കിടന്നുറങ്ങുക. നാളെ മരണത്തിലേശം പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ സന്തോഷമുള്ള മുഖത്തോടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് നൽകാറ് നിങ്ങൾക്ക് കഴിയും. നാടുകാരെ അല്ലാഹു നമുക്ക് മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക. ഇനി 1000 ആയത്ത് വേണ്ട സൂറത്ത് തകാസുർ ഓതി കൂടെ പറ്റില്ലേ? അപ്പൊ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്ന് കൈവെക്ക്. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇതാണ് ലാഭം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് മുതൽ വാക്കവി ഇന്ന് വാത് പറഞ്ഞ അന്ന് മുതൽ എന്റെ ലാഭം നാളെ ചിലപ്പോൾ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. മരണം അതിന്റെ ഇടയിൽ വന്ന് നമ്മൾ പോകണം. നിങ്ങളിൽ ഒരാളാണ് പോകണം. പക്ഷേ നമ്മുടെ ലാഭം ഇന്ന് മുതൽ ഈ കേൾക്കാൻ വന്ന ഒരാൾ ഇത് പാരായണം ചെയ്താൽ ആഖിറത്തിലേക്കുള്ള ലാഭമാണ്. പിന്നെ മനുഷ്യനത് സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരട്ടെ. മാറ്റം വരുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ എല്ലാവരെയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ മക്കൾ നന്നാവും. യഥാർത്ഥത്തിൽ ഒരൊറ്റ വിഷയം കൂടെ നമുക്ക് പിരിയാൻ ഞാനൊരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സൂറത്ത് തകാസുർ ഇൻഷാ അല്ലാഹ് എല്ലാവരെ കൊണ്ട് ഓതിപ്പിക്കണം. ചെയ്യൂലേ? ഭാര്യ, മക്കൾ, മരുമക്കൾ എല്ലാവരോടും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാകണം. എല്ലാവരും ഖുർആൻ ഓതുന്ന, ദിക്ർ ഓതുന്ന ഒരു സംസ്കാരം. അതിലാണ് നമ്മുടെ മക്കൾ നന്നായി വരിക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല പറയാ, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആ ദിക്ർ ഞാൻ സ്ഥിരമായി ചൊല്ലിയപ്പോ വജഅല ഫീ ഖൽബി നൂറാ, എന്റെ ഹൃദയത്തിൽ അല്ലാഹു പ്രകാശം നിറച്ചു തന്നു. അതേ ദിക്ർ 2 വർഷം കൂടി ചൊല്ലി 10ാമത്തെ വയസ്സ് വരെ ആ ദിക്ർ ഞാൻ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅല ഫീ സിന്നി നൂറാ, എന്റെ റൂഹിന് അല്ലാഹു പ്രകാശം നൽകി. 6ാമത്തെ വയസ്സിൽ വാപ്പ മകനെ ഇരുത്തിയിട്ട് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ ദിക്ർ ചൊല്ലിയ മകന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റുകൾ, സലാത്തുകൾ, ഖുർആനുകൾ അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറ് പകർന്നു കൊടുക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിന് വാപ്പയായ സഈദ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ.
ഇന്ന് കിട്ടുന്നതൊക്കെ ലാഭമാണ്. 6ാമത്തെ വയസ്സിൽ മോനെ കൊണ്ട് തെളിയിപ്പിച്ചു. 2 വർഷം തുടർച്ചയായിട്ട് തെളിയിപ്പോ മോന്റെ ഹൃദയത്തിൽ പ്രകാശമായി. പിന്നെ ആ മോൻ കള്ളു കുടിക്കൂല. നമ്മളിതൊക്കെ മൊയ്യാക്കന്മാർക്ക് കൈമടക്കുണ്ടാക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. നമ്മൾ അതിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ നമ്മുടെ മക്കളും അങ്ങനെ തന്നെയായി. ഇത് മൊയ്യാർക്ക് കൈമടക്ക് കിട്ടാനല്ല ഞാൻ പറയണത്. പള്ളിയിലെ മുക്രിക്കാക്കാർക്ക് മുഖ്യതാത്തി പോലാനല്ല ഞാൻ പറയണത്. പള്ളിയിലെ മുക്രിക്കാക്കാടെ കൈമടക്കൊത്തിട്ട് ആരും വിഷമിക്കണ്ട. കാരണം ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുക്രിക്കാക്ക. പക്ഷേ കോടീശ്വരന്മാര് കണക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്നേ വരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. കാരണം അവരെ കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പള്ളിയിലെ മുക്രിക്കാക്ക ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതോർത്തിട്ട് ആരും ബേജാറാവണ്ട. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ആ ദിക്റാണ് അല്ലാഹു ഹാദിരി. പറമോനെ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിരി, അല്ലാഹു മഈ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ സൂറത്ത് തക്കാതുറിന്റെ ആദ്യത്തെ ആയത്ത് ഹത്താ സുർത്തുൽ മക്കാബിർ കല്ലാ സൗഫ തഅലമൂൻ ലതറവുന്നൽ ജഹീം. ഈ 2 ആയത്ത് ഇൻഷാ അല്ലാഹ് നാളെ അത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണ്. താനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ അവസാനം എന്റെ ചെറുപ്പക്കാരോട് സൂറത്ത് തക്കാതുർ മനസ്സിൽ ഓർത്തിരിക്കാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു പിരിയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ. അവരാണ് നബി ബക്കർ وأن عمري وأن علي وأن عثمان ذي الكرم سيدنا زبير طلحة وأبي عبيدة وابن عوف في الناشر الكرم سيدنا سعيد. അതിൽ പറയുന്ന 6ാമത്തെ സഹാബി സയ്യിദ്. അപ്പൊ ഈ 10 പേർക്ക് മാത്രമല്ല സ്വർഗമുള്ളത്. ഇനി നബിതങ്ങൾ ഒറ്റ ഇരിപ്പിന് ഒന്നിച്ചു പറഞ്ഞ 10 പേരാണിത്. ബാക്കി പലരോടും ആയിഷാക്ക് സ്വർഗമാണ്, ഫാത്തിമ ബീവിക്ക് സ്വർഗമാണ്, അമ്മാറിന് സ്വർഗമാണ്. അങ്ങനെ ധാരാളം സഹാബത്തുണ്ട്. 10 പേരെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നബികൾ പറഞ്ഞ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞാലാണ് ഈ 10 പേർ. അതിൽ 6ാമത്തെ ആളാണ് സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല മഹാനവറുകൾ ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി പോയപ്പോ 4 ദിവസം തുടർച്ചയായിട്ട് ഉറങ്ങിയ ഒരു അത്ഭുതകരമായ സ്വപ്നം ഞാൻ പറഞ്ഞുതരാം. 4 ദിവസമായിട്ട് ഉറക്കമില്ല. കൂട്ടുകാരൻ പറഞ്ഞ സയ്യിദേ, നാളെ മുതൽ യുദ്ധം തുടങ്ങാൻ പോകല്ലേ, ഇങ്ങനെ ഉറങ്ങാതെ നടന്നാൽ ആരോഗ്യം കിട്ടുമോ? അതുകൊണ്ട് കിടന്നൊന്ന് ഉറങ്ങ് സയ്യിദേ. മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി ഉറങ്ങാൻ കിടന്നു. 4 ദിവസം ഉറക്കമടച്ചിട്ട് പിന്നെ ഉറങ്ങാൻ കിടന്നാൽ വല്ലാത്ത ഉറക്കമല്ലേ. ഗാഢനിദ്രയിലേക്ക് പോയി മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ ഉറക്കം ഇങ്ങനെ വല്ലാതെ പിടിച്ചപ്പോ ഉറക്കത്തിൽ കിടന്ന് മഹാനവറുകൾ പിച്ചും പേയും പറയാ, യാ ഖല്ലിനി യാ ഇനാ മർദിയാ, എന്നെ കേൾക്കാത്ത സഹോദരങ്ങളോട് സഹോദരന്മാരോട് പാതിരാത്രിയിൽ സ്വപ്നം കാണാത്തവരാരാ? ആനവറുകൾ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയാ, എന്നെ പോന്ന് പറയരുത്, എന്നെ വിട്ടത്, എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കരുത്. അടുത്തിരുന്ന കൂട്ടുകാരെ ശരീരത്തെ തട്ടി ചെയ്ത് എന്താ ഉറക്കത്തിൽ പിച്ചുകയും പറയുന്നത്, എഴുന്നേക്ക് ചെയ്തേ. സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല എഴുന്നേറ്റു. അടുത്തിരുന്ന ആള് ഉറക്കത്തിൽ പറയാ, യാ ഐനാ മർദിയ. ഐനാ മർദിയ ഒരു പെണ്ണിന്റെ പേരാണ്. നിന്റെ കാമുകിയുടെ പേര് പറയണ മാതിരിയല്ല, കാമുകിയല്ല. യാ ഐനാ മർദിയ, എന്നെ വിടല്ലേ, എന്നെ പറഞ്ഞു വിടല്ലേ. കൂട്ടുകാരൻ അടിച്ചു. എന്താ സയ്യിദ് ഇബ്നു സയ്യിദ് പിച്ചും കൈയും പറയുന്നു? ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ. സയ്യിദ് നീ എന്താ പറഞ്ഞത്? കൂട്ടുകാരാ, ഞാൻ ഈ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു, ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു. എന്താണ് സയ്യിദേ? ആ സ്വപ്നം ഞാൻ പറയില്ല കൂട്ടുകാരാ, എന്നോടൊന്ന് പറയണേ സയ്യിദേ. സയ്യിദ് റളിയല്ലാഹു തആല കൂട്ടുകാരാ, ഞാൻ ആ സ്വപ്നം പറയില്ല. ഒരു കാര്യം നിങ്ങൾ ആണും പെണ്ണും കേട്ടോളി, കാണുന്ന സ്വപ്നം അല്ല എല്ലാവരോടും പറയാൻ പാടില്ല. കാണുന്ന സ്വപ്നം എല്ലാരോടും പറയാൻ പാടില്ല കേട്ടാ. ഇങ്ങനെ നോക്ക്, ചില പെണ്ണുങ്ങള് സ്വപ്നവ്യാഖ്യാനത്തിന്റെ പുസ്തകം തലയുടെ അടി വെച്ചോണ്ട് കിടക്കും. കണ്ട ഉടനെ എഴുന്നേറ്റ് തുറന്നു. സ്വപ്ന വ്യാഖ്യാനം എല്ലാരോടും പറയാൻ പാടില്ല. സ്വപ്നം
ഞാനല്ല ഖുർആൻ. ഇത് അഹമ്മദ് കബീർ ഗൂഗിളിൽ നിന്ന് പറഞ്ഞല്ല ഖുർആൻ. യാക്കൂബ് നബി യൂസുഫ് നബി സ്വപ്നം കണ്ടപ്പോ യാക്കൂബ് നബി പറഞ്ഞു, മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, ഈ സ്വപ്നം നിന്റെ സഹോദരങ്ങളോട് പറയരുത് മോനെ. ആരോട് പറഞ്ഞാൽ നിന്റെ കൂടെ പുറത്തുകളോട് പറയരുത്. ഈ ആയത്തിന് തഫ്സീറുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ ആദ്യം അസൂയ ഉണ്ടാകുന്നത് സ്വന്തത്തിൽ നിന്നാണെന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചോളിയും. ഖുർആൻ പഠിക്കാൻ ആർക്കെങ്കിലും പറ്റില്ല, പഠിച്ചോളിയും. മോനെ യൂസുഫേ, ഈ സ്വപ്നം നീ ആരോടും പറയാൻ പാടില്ല. ലാ അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയരുത്. കാരണം ഒരാൾക്ക് ഒരു നേട്ടവും ഒരു വളർച്ചയും ഉണ്ടായാൽ ആദ്യം അസൂയ ഉണ്ടാകുന്ന കൂട്ടത്തിൽ നിന്നാവും, പിന്നെ നാട്ടുകാർക്കുണ്ടാവും. ഖുർആൻ എന്റെ വകയല്ല, നിങ്ങൾ ആരും എന്നെ തുറച്ചു നോക്കാൻ വേണ്ട. ഞാൻ ഇതിപ്പോ എവിടെയും പറയും. എന്നെ സംബന്ധിച്ചോളം പറയണേ ഒരാളുടെ മുഖം ഞാൻ നോക്കൂല. അതുകൊണ്ട് ആരും പലതും പറഞ്ഞേക്കാം, അതൊരു വിഷയമല്ല. അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അലാ ഇഖ്വതിക, സഹോദരങ്ങളോട് പറയരുത്. കാരണം പറഞ്ഞാൽ ആദ്യ അസൂയണ്ടാണ് കൂട്ടത്തിൽ നിന്ന്, പിന്നെ വെളിയിൽ നിന്നുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഹസദീന്ന്, ഐനീന്ന്, സിഹ്റിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയാത്തതൊന്നുമില്ല. സ്വപ്നം പറയരുത്, സ്വപ്നം പറയരുത്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കരുത് എന്ന് ലോകത്ത് ആദ്യ ട്രാഫിക് നിയമം പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. സമയിലെല്ലാം പറഞ്ഞു തന്നെ 1 മുതൽ 12 വരെ NLC പഠിപ്പിച്ചെന്ന് ഖുർആനാണ്. കേട്ടണ്ട ഇല്ല എന്നാൽ ഖുർആൻ പഠിക്കണം. ഖുർആൻ മയ്യത്തിന്റെ അടുത്ത് അതാണ് മാത്രമല്ല, പറയാൻ സമയമില്ല. എപ്പോ പറയാൻ 1 മുതൽ 12 വരെ എണ്ണം പഠിപ്പിച്ചേക്കണം ഖുർആൻ. നിങ്ങൾ പറഞ്ഞാരാ ടീച്ചർ പോയി 1ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ മക്കളെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് ടീച്ചർ അല്ല പഠിപ്പിച്ചത്, നിന്റെ ഖുർആൻ. കേട്ടോളി. നമുക്ക് ധൃതിയുണ്ടോ പോകാൻ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും ദൂരെ പോകേണ്ട ഞാനല്ലേ. എന്നാ ഇങ്ങോട്ട് നോക്കോളീന اثنين فيكونون ثلاثا فخذ 4 من الطير ويكونون 5 الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ് ഖുർആനിലെ 12 സ്ഥലത്ത് നിന്ന്. ഒറ്റ ആയത്തല്ല ഇത്. 1 മുതൽ 12 വരെ ഉണ്ട്. ഇവിടെ അറബി അറിയാവുന്നവർക്ക് അറിയാം ഇല്ലേ? എന്നാ എന്റെ കൂടെ 1 മുതൽ 12 വരെ ഖുർആൻ എണ്ണസംഖ്യ പഠിപ്പിക്കുകയാണ്. പറയാക്കനാഥെന്നോണ്ട് എനിക്ക് ഒരാൾ അതിന്റെ ചാർജ് പോയിട്ട് ക്ലിക്ക് എടുത്താറുണ്ട്. 38 വർഷം. വാഹിദ് എന്റെ കൂടെ എന്നാ ഞാൻ പറയുള്ളൂ. വാഹിദ് 1 സൂറത്തുൽ ബഖറ ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. സൂറത്ത് യാസീൻ ഇസ്നൈൻ പാറമനുഷ്യന്മാര് ഇസ്നൈൻ. 2 സയഖൂലൂന സലാസ. സൂറത്തുൽ കഹ്ഫ് സലാസ. 3 فخذ 4 من الطير 4. على سورة آل عمران سيكونون 5 5. سورة الكهف الذي خلق السماوات والأرض وما بينهما في 6 أيام 6. 6 سورة القصص الذي خلق 7 سماوات طباقا الذي خلق 7. سورة نوح 8 أزواج 8. 8 سورة الأعراف وكان في المدينة 9 رهط 9. 9 سورة القصص تلك 10 كاملة. 10 10 സൂറത്തുൽ ബഖറ ഇന്നി റഅയ്തു 11 കൗകബാ 11 11 സൂറത്തു യൂസുഫ് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറാ 12 സൂറത്തു തൗബ. ഇനി പറ കുട്ടികളെ, നിനക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് 1 പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത് പഠിക്കണം.
ഖുർആന്റെ ആഴത്തിലൂടെ ഇറങ്ങണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇതാണ്. പക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സൈലൻസറിന്റെ ട്രാഫിക് നിയമം ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാണ്. ആർടിഒ അല്ല. സൈലൻസറിന്റെ പൂട്ട് കട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ അവിടെ പൾസർ 220 ഒക്കെ മേടിച്ചിട്ട് കുട്ടികള് ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് വെടികൊണ്ട വെരിക്ക് പോണവര് 4 മണിക്ക് കോളേജിന്റെ മുമ്പേക്കൂടെ അവനിങ്ങനെ ഇരിക്കണാണ്. ഈ കുളത്തിന്റെ അടുത്ത് തവള ഇരിക്കണോ ഇരിക്കണം. എന്നിട്ടൊരു പോക്ക പാടില്ല. പൊല്യൂഷൻ പാടില്ല. ഖുർആൻ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ഉപദേശം കൊടുക്കുമ്പോ ട്രാഫിക് നിയമം പറഞ്ഞു കൊടുക്കാൻ സൂറത്തുൽ ലുക്മാൻ, മോനെ നീ എല്ലാം ചെയ്യുമ്പോ ഓവർ സ്പീഡ് പാടില്ല മോനെ. സ്പീഡിൽ വെച്ച് 40 ആണെങ്കിൽ 40ന്റെ മുകളിലോട്ട് പോകരുത് മോനെ. നിന്റെ സഞ്ചാരത്തിന് മിതത്വം പാലിക്കണേ. ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് സഞ്ചരിക്കല്ല മോനെ. സൈലൻസറിന്റെ ഫൂട്ട് കട്ട് ചെയ്തിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കി ബൈക്ക് ഓടിക്കുന്നത് ഹറാമാണെന്ന് വിശുദ്ധ ഖുർആൻ. സംവാദത്തിനുണ്ട് വായന്റെ അടുക്കൽ ഖുർആൻ. മോനേത് പാടില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇനി ഒരാൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കഴുകിയിടണം. പൊടിയുമായി ചെളിയുമായിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗബീർ വാക്ക് ആർക്കും കണ്ടുകൂടാത്ത അയാൾക്ക് വണ്ടി ഉണ്ടോടാ പറയണത്. ഒട്ടകത്തെയും കുതിരയെയും നിങ്ങൾക്ക് ഞാൻ തന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് സഞ്ചരിക്കാനും ഭംഗിയോടെ കൊണ്ടു നടക്കാനും. ഒട്ടകത്തെ കുളിപ്പിക്കണം. അന്നത്തെ വാഹനം ഒട്ടകവും കുതിരയാണ്. അതിനെ ഭംഗിയോടെ കുളിപ്പിച്ചു കൊണ്ട് നടക്കണേ. നിനക്ക് വാഹനമുണ്ടെങ്കിൽ വസീനാത് നിന്റെ അലങ്കാരമാണ്. അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് കഴുകി വൃത്തിയാക്കി സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ കൊണ്ട് നടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഖബർ പറഞ്ഞ് നരകം പറഞ്ഞ് പേടിപ്പിച്ച ഖുർആനാണ് ഇതും പറഞ്ഞു വന്നത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആ ഖുർആനാണ് പറഞ്ഞത്. ഇത് നമുക്ക് പിന്നീട് നാളെ ഇൻഷാ അല്ലാഹ് കുറെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് സമയം കുറവ്. പറഞ്ഞു ആരോട് സ്വപ്നം പറയാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കാൻ സമയറേ. കൂട്ടുകാരൻ പറഞ്ഞു, അപ്പൊ നിങ്ങളോട് ഒരു അറിവ് പറഞ്ഞു എന്നോട് ഇത്രയും നേരം വന്നതല്ലേ. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോഴാണ് ആ സഹാബിയുടെ പേരെന്താ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞേ ഉറക്കപ്പറ. ആ സയ്യിദ് ബിൻ സയ്യിദ്. എനിക്ക് മറന്നിട്ടല്ല. നമുക്ക് ഓർമ്മയുണ്ടോ ഞാൻ പരിശോധിച്ചാൽ. നല്ല ആളുകൾ, നല്ല ഓർമ്മയുള്ള ആളുകളാണ്. തൃശ്ശൂർക്കാർക്ക് ചങ്ങാതിക്ക് ഓർമ്മയില്ല. ചങ്ങാതിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ആ സ്വപ്നം ഏതാണെന്ന് രാത്രിയിൽ നിന്ന് ഞാൻ ഉറങ്ങുമ്പോ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ സ്വപ്നത്തിന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞു തരാ. പക്ഷെ ഞാൻ മരിച്ചിട്ടല്ലാതെ ഇതാരോട് നീ പറയില്ല കൂട്ടുകാരാ. നിങ്ങൾ മരിച്ചിട്ടല്ലാതെ മറ്റൊരാൾ ഈ സ്വപ്നത്തിന്റെ കഥ ഞാൻ പറയുന്നില്ല. ഡിമാൻഡില് മാനവകള് കഥ പറയുകയാ. എന്റെ സ്വപ്നം പറയാ. ന്ന് പോകുന്നൊരു സ്വപ്നത്തിന്റെ കഥ. മഹാനായ സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദേ നിനക്ക് സ്വർഗ്ഗമാണെന്ന് മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മഹാനവറുകൾ. ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ സ്വർഗ്ഗം കണ്ടുപോയി. ആ സ്വർഗ്ഗത്തിൽ ഞാൻ നോക്കുമ്പോ അല്ലാഹു മനുഷ്യന് വെച്ച് തന്ന അനുഗ്രഹത്തിന്റെ കലവറ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ട് അപ്സരസുകളെ പോലെ കുറെ സുന്ദരി പെണ്ണുങ്ങൾ നിൽക്കുകയാ. അവരെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, സുന്ദരി പെണ്ണുങ്ങളെ നിങ്ങളാണോ ഹബീബായ നബി നിങ്ങൾ കോതി പഠിപ്പിച്ചതെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചിപ്പിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നുന്നുണ്ട്. സ്വർഗത്തിന്റെ ഹൂറി പെണ്ണുങ്ങളെ നിങ്ങളാണോ? സ്വർഗത്തിന്റെ ഹൂറി പെണ്ണുങ്ങളെ നിങ്ങളാണോ എന്ന് ചോദിക്കവേ അവര് പറഞ്ഞു, സയ്യിദേ ഞങ്ങൾ ഹൂറികളല്ല, ഞങ്ങൾ സ്വർഗത്തിന്റെ ഹൂറികളെ വേലക്കാരികളാ. ഹൂറി പെണ്ണുങ്ങൾ ഈ താഴ്വരയുടെ മറുഭാഗത്താണ് നിൽക്കുക. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹൂറികളെ കാണാൻ സ്വർഗത്തിന്റെ മറുതാഴ്വരയിലേക്ക് ഞാൻ പോയപ്പോ അവിടെ സ്വർഗത്തിന്റെ സിദ്ർ വൃക്ഷത്തിന്റെ ചുവട്ട് ഒരു സുന്ദരിയായ
സുന്ദരിയായ പെണ്ണ് നിൽക്കുകയാ. അവളുടെ മുഖം കണ്ടാൽ 14 രാവിലെ പൗർണമി ചന്ദ്രനെ പോലെ പോകുന്നുണ്ട്. ആര് കണ്ടാലും തൊടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് നിൽക്കുകയാ. അവളുടെ അടുക്കിലേക്ക് പോയിട്ട് ചോദിച്ചു, പെണ്ണേ നീ ആരാ? പറഞ്ഞു, അനമിനെ സ്വർഗത്തിന്റെ ഹൂറികളിൽപ്പെട്ട ഒരു പെണ്ണ. എന്റെ പേരെന്താണ് പെണ്ണേ? എന്റെ പേരാണ് ഐനാ മർദിയ. എന്റെ പേരാണ് ഐനാ മർദിയ. ഈ പേരാണ് സയ്യിദ് റളിയല്ലാഹു തആല ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്. ഐനാ മർദിയ, എന്നെ പോന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റിവിടല്ലേ. ചോദിച്ചു, നീ ആരാണ് പെണ്ണേ? ഞാൻ നിന്റെ സ്വർഗത്തിന്റെ ഭാര്യയാണ് സയ്യിദ്. നീ പരലോകത്ത് വരുമ്പോ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഭാര്യയാണ് ഞാനെന്ന് മഹദി അവറുകൾ മറുപടി പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല കൂട്ടുകാരനോട് സ്വപ്നം വിവരിക്കുകയാ. സ്വർഗത്തിൽ തന്ന ഭാര്യയാണെന്ന് എനിക്ക് ഉറപ്പായപ്പോ അവളെ ഒന്ന് തൊഴാൻ ഞാൻ എന്റെ കൈ കൊണ്ടവളുടെ ശരീരത്തിലേക്ക് തൊടാൻ പോയപ്പോ ആ സമയത്ത് കൈ തട്ടി മാറ്റിയിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇല്ല സയ്യിദ്, സ്വർഗത്തിന്റെ ഭാര്യ നീ പോലും ദുനിയാവിലാണുള്ളത്. ഇപ്പൊ നിനക്ക് ഞാൻ ഹലാലല്ല. ഇപ്പൊ ഞാൻ നിന്റെ ഭാര്യയല്ല. നീ മരിച്ചിട്ട് സ്വർഗത്തിൽ വന്നാലേ ഞാൻ നിന്റെ ഭാര്യയാവൂ. ഇപ്പൊ നീ ദുനിയാവിലാണ് സയ്യിദ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് തിരികെ പൊക്ക സയ്യിദ്. ആ പ്രിയപ്പെട്ട സ്വർഗത്തിന് എന്റെ ഭാര്യ ദുനിയാവിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു, മഹല്ലിനി യാ ഐനാ മർദിയ, എന്നെ ഇനി ദുനിയാവിലേക്ക് തിരിച്ചുവിടല്ലേ. എന്നെ ഇനി ദുനിയാവിലേക്ക് തിരിച്ചുവിടല്ലേ. ഞാൻ പോവുകയില്ല. അതാണ് ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മളെങ്ങാണ് കണ്ണുകൊണ്ട് സ്വർഗം കണ്ട പിന്നെ ദുനിയാവിലെ ഭാര്യ നമ്മൾ ഉപേക്ഷിച്ച് കളയും. ആ ദുനിയാവിലെ ഭർത്താവിനെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ വേണ്ടാന്ന് പറയും. എനിക്കെന്റെ സ്വർഗം മതി, എനിക്കെന്റെ സ്വർഗം മതി. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രസംഗത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതല്ല നമ്മുടെ കൺമുമ്പിലെത്തുന്ന കിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊല്ലണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കൈവെള്ളയിലെത്തി തരുന്ന സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ആ സമയത്ത് ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണ് എന്റെ ദുനിയാവിലേക്ക് തിരിച്ചു വിട്ടാൽ എന്നാണ് ഞാൻ ഇനി സ്വർഗത്തിലേക്ക് വരിക? എന്നോട് പറഞ്ഞു, 3 ദിവസം മാത്രമേ ഇനി നിങ്ങളുടെ മരണത്തിനുള്ളൂ. 3ാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടുമെന്ന് ആ പെണ്ണെന്നോട് പറഞ്ഞിട്ടാ വിട്ടത്. ചെറുപ്പക്കാരാ, 3ാമത്തെ ദിവസം മരണം ഉറപ്പിച്ചിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല ഇത് പറയുന്ന ദിവസം ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ദിവസമായി 3ാമത്തെ ദിവസം അതാ മഗ്‌രിബിന്റെ സമയത്ത് യുദ്ധം കൊടുമ്പിന് കൊല്ലുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല പടവാള് വെട്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോ സ്വപ്നത്തിൽ കണ്ട ഹൂറി പെണ്ണ് പ്രവചിച്ച 3ാമത്തെ ദിവസമായി മഗ്‌രിബിന്റെ സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. 3ാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുവല്ലേ, 3ാമത്തെ ദിവസം അവസാനിക്കുന്നവല്ലോ. അന്നത്തെ ദിവസം സയ്യിദ് റളിയല്ലാഹു തആല സുന്നത്ത് നോമ്പ്. കാരണം ഒന്ന് മരിക്കുമെന്ന് പറഞ്ഞ ദിവസമല്ലേ. സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ മരണത്തെ കാത്തിരിക്കുകയാ. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അർക്കകിരണങ്ങളും മുഖം പിടിക്കുമ്പോ മാനവകൾക്ക് നിരാശയായി. എന്റെ സ്വർഗത്തിലെ ഭാര്യയെ പുളുക. 3ാമത്തെ ദിവസം മരണമെന്ന് പറഞ്ഞിട്ട് മരണം വന്നില്ലല്ലോ. അതാ മഗ്‌രിബിന്റെ ബാങ്ക് മുടക്കാൻ സമയമായി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് ശത്രു വാൾ കൊണ്ടാഞ്ഞു വെട്ടി. മാനവരുടെ കഴുത്ത് മുറിഞ്ഞ് രക്തം തടം തള്ളിയോ സയ്യിദ് റളിയല്ലാഹു അൻഹു അതാ രക്തക്കളം മുന്നിലേക്ക് മറിഞ്ഞു വീടുന്നു. സഹാബത്തോടി വന്നിട്ട് വെള്ളമെടുത്തിട്ട് സയ്യിദ് നോമ്പ് തുറക്കൂ സയ്യിദ്, നോമ്പ് തുറക്കൂ സയ്യിദ്. കഴുത്തിലൂടെ രക്തം തടം തള്ളിയാ തുടങ്ങുമ്പോ വെട്ടേറ്റ കൈകൾ കാണിച്ചിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് വെള്ളം വേണ്ട,
എനിക്ക് നോമ്പുകാരനായിട്ടിരിക്കും എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകണം, എനിക്ക് എന്റെ അല്ലാഹുവിനെ കാണണം. ഞാൻ നോമ്പുകാരനായി സുബഹി മുതൽ മഗ്‌രിബ് വരെ നാമാസം പുരിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നോമ്പുകാരനായിട്ട് എനിക്ക് മരിക്കണം. കൂട്ടുകാരാ, കൊണ്ടുവന്ന് ചുണ്ടിലേക്ക് വെച്ച വെള്ളപ്പാത്രം തട്ടിക്കളഞ്ഞ് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു സൂര്യൻ അസ്തമിച്ചു, മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സയ്യിദ് റളിയല്ലാഹു തആല 3 ദിവസം മുൻപ് സ്വപ്നം കണ്ടതുപോലെ 3ാമത്തെ ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. എനിക്ക് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹാകുമുത് തകാസുർ ഹത്താ അസ്റതുൽ മഖാബിർ, ഒരു ദിവസം പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ അതിൽ സുന്നത്ത് നോമ്പ് പിടിച്ച് ശഹാദത്ത് കലിമ ചൊല്ലി അവസാനം സ്വപ്നം സ്വർഗത്തെ സ്വപ്നമെങ്കിലും കണ്ട് റബ്ബേ നീ നിനക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ രാത്രി ഇതേവരെ ഈ ചൂട് സഹിച്ചിരുന്ന ഈ ജനത ഞാനും നിങ്ങളും അടക്കം ദുആ ചെയ്യുക. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് സ്വർഗം സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. ദുആ ചെയ്ത് നമുക്ക് പിരിയാൻ തരണേ അല്ലാഹ്. കനിവല്ല സഹോദരങ്ങളെ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ 912 നമ്പർ റൂം സക്കറാത്തിന്റെ വേദനയിൽ പടയുന്നു. ശിഷ്യന്മാര് വന്ന് കാത്തു നിൽക്കുന്നു. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളിയിലേക്ക് പൊക്കോ, എന്നെ സന്ദർശിക്കാൻ കുറെ ആളുകൾ വരുന്നുണ്ട്. കൃത്യമാര് നോക്കി ആരും വന്നിട്ടില്ല. ഇറങ്ങിപ്പൊക്കോ. കൂടെയുള്ള മുത്തഅല്ലിമീങ്ങൾ വാതിലടച്ചിട്ട് വെളിയിലിറങ്ങി. ജനലിലൂടെ നോക്കുമ്പോ ഒരാളും വന്നിട്ടില്ല. പക്ഷേ ഉസ്താദ് അവர்கள் ഉറക്കെ വിളിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. ശിഷ്യന്മാർ ഓടിച്ചെന്ന് ചോദിച്ചു, ഉസ്താദേ ആരാ വന്നത്? എന്നെ കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നു. അവരെന്നോട് സലാം പറഞ്ഞപ്പോ ഞാൻ സലാം മടക്കിയടാ. ഇത് സഹാബത്തിന്റെ ചരിത്രമല്ല, ഇത് താബീങ്ങളുടെ ചരിത്രമല്ല. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 912 നമ്പർ റൂമിൽ മരിക്കുന്നതിന് മുമ്പ് ആരും കാണാതെ ചുറ്റുവട്ടത്ത് നിന്ന മലക്കുകളോട് സലാം പറഞ്ഞു. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ, മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ. മരിക്കേണ്ട സഹോദരങ്ങളെ, ആ മരിക്കുന്ന സമയത്ത് മലക്കുകളോട് സലാം പറഞ്ഞ് മക്കള് കരയാൻ പറഞ്ഞാലും, ഭാര്യ കരയാൻ പറഞ്ഞാലും, ഭർത്താവ് കരയാൻ പറഞ്ഞാലും സ്വയം സ്വർഗത്തെ കണ്ട് സന്തോഷത്തോടെ പിരിയാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അങ്ങനെ ജീവിച്ചവർക്ക് അല്ലാഹു ഈ ഭാഗ്യം നൽകും. ഈ ദുനിയാവല്ല വലുത്, സ്വർഗമാണ് വലുത്. ഒരു സഹോദരി 6666 രൂപയും ഒരു സ്വർണ്ണവള ഞാൻ ചോദിച്ചിട്ടല്ല. വരുന്നിട്ട് ആരുടെയോ കയ്യിൽ കൊടുത്തതാണ്. ഏത് പെങ്ങളെന്നറിയില്ല, ഏത് സഹോദരി എന്നറിയില്ല. 6666 കനമുള്ള സ്വർണ്ണവളയും റബ്ബേ ഈ സദസ്സിലേക്ക് ഒരു സദഖ ചെയ്തിരിക്കുകയാണ്. റബ്ബേ നീ ആ സഹോദരിക്ക് നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണവള പകരം കൊടുക്കണേ അല്ലാഹ്. അവരെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. നാളെ നാം ഖബറിൽ കിടക്കണമെന്നുള്ള ബോധമുണ്ടാകണം. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോ ഒരു റക്അത്തിൽ ആരെങ്കിലും സൂറത്ത് തകാസുർ ഓതിയാൽ അവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുമെന്ന്. മുൻകരിന്റെ ചോദ്യ സമയത്ത് അവന് ശരിയായ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. സുന്നത്ത് നമസ്കാരങ്ങളെ സൂറത്ത് തകാസുർ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒരു അളക്കത്തിൽ സൂറത്ത് തകാസുർ ഓതുക. ഈ പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് നാളെ ഇൻഷാ അല്ലാഹ് കല്ലാ സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നമ്മൾ അറിഞ്ഞു ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുകയും ചെയ്യും.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ കാണുന്ന മഹാമനുഷ്യനെ പോലെ മരിക്കുന്ന സമയത്ത് 5000 പേര് വെച്ച് 35 പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ച് അവസാനം മയ്യത്ത് നിസ്കാരം നിർത്തി എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്യപ്പെട്ട ഒരു മയ്യത്താണ് ഈ നിൽക്കുന്ന നറുനിലാവ് പോലെ പുഞ്ചിരിച്ച ശിഹാബ് തങ്ങൾ. അതേപോലെ ലോകത്തിൽ നിന്ന് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.